ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ നടപടികളിൽ അടിമുടി ദുരൂഹത. സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ കാണാനില്ല. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. വിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം ആദ്യം പരിശോധന നടത്തിയത് തന്നെ സംസ്ഥാനത്തിന് വെളിയിലാണ്. ചെന്നൈ അമ്പത്തൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ രേഖകളാണ് പരിശോധിച്ചത്. 2019 ഓഗസ്റ്റ് 29 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഡ്യൂപ്ലിക്കേറ്റ് പാളിയെക്കുറിച്ചോ പിന്നീട് നടന്ന പ്രവർത്തികളെക്കുറിച്ചോ കൃത്യമായ രേഖകളില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം ശബരിമലയിൽ നിന്നും ബാംഗ്ലൂരിൽ എത്തിച്ച സ്വർണ്ണപ്പാളി ഏറെ ദിവസവും സൂക്ഷിച്ചത് ഹൈദരാബാദിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിൽ നിന്ന് സംശയിക്കുന്ന മന്ത്ര എന്ന സ്ഥാപനത്തിന് ഹൈദരാബാദിലും ശാഖയുള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും രേഖകൾ മാറ്റിയെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഉടൻ വിവരം തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.